പറ്റത്തില്ല. ഞങ്ങള് സംസാരിച്ചോണ്ടിരിക്കും. ട്രിപ്പിന്റെ വൈബ് എന്ന് പറഞ്ഞാൽ സംസാരത്തില്ല. ഒന്ന് അടക്കി വെച്ചാണ്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ വീഡിയോ. ഞങ്ങൾ ഇന്നൊരു ട്രിപ്പ് പോവാണ്. എല്ലാരും ഉണ്ട് ഗൈസ്. പൊടിമോനെ ഒരു ഹായ് പറയൂ. പോട്ടെ. ഞങ്ങൾ എങ്ങോട്ടാ പോന്നേന്ന് അറിയാവോ ഗൈസ്? ഞങ്ങൾ ഇന്ന് കൊല്ലത്തിന്റെ ഹിഡൻ ജെമായ ലുട്ടാജിത്തു, കൊല്ലത്തിന്റെ ഹിഡൻ ജെമായ രാജത്തോട്ടത്തിലേക്കാണ് ഗൈസ് ഞങ്ങൾ പോകുന്നത്. യെസ്, ഞങ്ങൾ രാജത്തോട്ടത്തിലേക്കാണ് പോകുന്നത്. ട്രക്ക് ചെയ്യാനൊക്കെ ഉണ്ട്, അതുകൊണ്ട് ഞങ്ങളെല്ലാം വെൽ പ്രിപ്പയർഡ് ആയിട്ടാണ് ഇറങ്ങിയിരിക്കുന്നത്. ഞാൻ അന്നേ പറഞ്ഞു പോവാന്ന്. അപ്പൊ ഞങ്ങൾ അങ്ങോട്ട് പോയിട്ട് കാണാം. ബാക്കി കിടന്ന് ഭയങ്കര സംസാരം, ചീരപ്പുള്ളാരി. അങ്ങനെ ഡാഡി ഗിരിജിയോടും മമ്മി ജാനോടും ടാറ്റ ബൈ ബൈ, രാജത്തോട്ടം കണ്ടിട്ട് വരാം എന്ന് പറഞ്ഞ് ഞങ്ങൾ അവിടെ ഞങ്ങളുടെ ട്രിപ്പ് ഇവിടെ സ്റ്റാർട്ട് ചെയ്തു. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഞാൻ ഇൻട്രോയിൽ പറഞ്ഞതുപോലെ ഞങ്ങൾക്ക് രാജത്തോട്ടം പോകാൻ പറ്റിയില്ല. അതൊരു വലിയ സ്റ്റോറിയാണ് ഗൈസ്. അതെന്താണെന്ന് ഞാൻ വഴിയെ പറഞ്ഞുതരാം. ആൻഡ് ബൈ ദ ബൈ, ഇതാണ് ഗൈസ് പുനലൂർ പാലം. വർഷങ്ങൾ പഴക്കമുള്ള പാലാട്ടോ. എത്ര വർഷം, 1870 ആണോ എനിക്കറിയത്തില്ല കേട്ടോ. പിന്നെ അവിടെ ഇറങ്ങി നിന്ന് ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും ഒന്നും സമയമില്ലാത്തതുകൊണ്ട് ഇങ്ങനൊരു ചെറിയ വീഡിയോ എടുത്തതിനകത്ത് ആഡ് ചെയ്തു. പ്ലീസ് അഡ്ജസ്റ്റ് ഇറ്റ്. ഓക്കെ. പിന്നെ പോകുന്ന റൂട്ടൊക്കെ അടിപൊളിയായിരുന്നു. ആൻഡ് ഇങ്ങനെ കാരണത്തിരിക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും മോഷൻ സിക്നെസ് വരുമല്ലോ. അപ്പോൾ അതിൽ നിന്നൊരു ബ്രേക്ക് എടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ എന്ത് ചെയ്തു, ആദ്യം ഒരു സോഡ നാരങ്ങ ബ്രേക്ക് എടുത്ത് ഗൈസ്. ഞാനും മിസ്റ്റർ പൊടിമോനും നല്ല മോഷൻ സിക്നെസ് ആയിട്ട് ഞങ്ങൾ സോഡ നാരങ്ങയിൽ സ്റ്റാർട്ട് ചെയ്തു. പിന്നെ നമ്മുടെ അപ്പാപ്പൻ്റെ ഇവിടെ കസാര കണ്ടുപിടിച്ച് അവിടെ സിറ്റിലായിട്ടുണ്ട്. അപ്പോൾ പറഞ്ഞതുപോലെ തന്നെ സോഡ നാരങ്ങ ആൻഡ് ദാറ്റ് വാസ് കിടിലം ഗൈസ്. കുറേ നേരം കാരണത്തിരുന്നിട്ട് ഇങ്ങനെ വന്ന് നല്ല ഉപ്പിട്ട് സോഡ നാരങ്ങ കുടിക്കുമ്പോൾ കിട്ടുന്ന ആശ്വാസം ഉണ്ടല്ലോ, ദാറ്റ് വാസ് കിടിലം. ആൻഡ് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ഞങ്ങളുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷനായ പാലരുവി വാട്ടർഫോൾസിലേക്കായിരുന്നു പോയത്. ആൻഡ് പാലരുവി വാട്ടർഫോൾസിലേക്കുള്ള എൻട്രൻസും ഒക്കെ അടിപൊളിയായിരുന്നു. ഞങ്ങളൊരു വർക്കിംഗ് ഡേ ആയിരുന്നു പോയത്, അതുകൊണ്ട് വലിയ തിരക്കുണ്ടായില്ല. പക്ഷെ എന്നാലും അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. ഇവിടുത്തെ പ്രോസസ്സ് എന്താണെന്ന് വെച്ചാൽ നമ്മളിവിടെ ടിക്കറ്റ് എടുത്തിട്ട് ഇവിടെ ഒരു ക്യൂ ഏരിയ ഉണ്ട്. ആ ക്യൂ ഏരിയയിൽ പോയി വെയിറ്റ് ചെയ്യണം. അപ്പോൾ നമ്മളൊരു ബസ് വന്നിട്ട് അങ്ങോട്ട് കൊണ്ടുപോകുന്നതാണ് ഗൈസ് ഇവർ പറയുന്നത്. അതെ, ഇപ്പോൾ ഒരു ബസ് വന്നിട്ട് കുറച്ച് ആൾക്കാരെ കൊണ്ട് അടുത്ത ബസ്സിൽ നെക്സ്റ്റ് ബസ്സിലായിരിക്കും ഞങ്ങൾക്ക് പോകാൻ പറ്റുക. സോ ഞാനിപ്പോൾ പറഞ്ഞതുപോലെ ഇവിടുത്തെ പ്രോസസ്സ് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം പോയി എൻട്രി ഫീ എടുക്കുക. എൻട്രി ഫീ എന്ന് പറയുമ്പോഴത്തേക്കും 70 രൂപയാണ്. ആൻഡ് പാർക്കിംഗ് ഫീ ഉണ്ട്. വലിയൊരു പാർക്കിംഗ് ഏരിയ തന്നെയുണ്ട്. അപ്പോൾ പാർക്കിംഗ് ഫീ എന്ന് പറയുന്നത് 60 രൂപയാണ്. ഈ 70 രൂപ പെർ ഹെഡ് ആട്ടോ, 70 രൂപ. ഈ 70 രൂപയുടെ ടിക്കറ്റ് എടുത്ത് നമ്മളിത് ഈ ക്യൂ ഏരിയയിൽ ഇങ്ങനെ വെയിറ്റ് ചെയ്യണം. ആൻഡ് ഞങ്ങളൊരു 15 മിനിറ്റ്സ് വെയിറ്റ് ചെയ്തു ഞങ്ങളെ ബസ് വരാൻ വേണ്ടിയിട്ട്. അവിടെ 2 ബസ്സാണ് ഉള്ളത്. അതായത് ഇവിടുന്ന് ഓരോ ഇൻ്റർവെൽസിൽ ഇവിടുന്ന് അങ്ങോട്ട് ആളെ കൊണ്ടുപോകും, പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരും. ഈ കാണുന്ന കേട്ടോ ഇവിടുത്തെ പാർക്കിംഗ് ഏരിയ എന്ന് പറയുന്നത്. അങ്ങ് ദൂരെ ഞങ്ങളുടെ കാർ പാർക്ക് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം ഞങ്ങൾ പോകുമ്പോൾ വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല, കുറച്ച് തിരക്കേ ഉണ്ടായിരുന്നുള്ളൂ. ഈ കാണുന്ന കേട്ടോ ഞങ്ങൾ പോയ ബസ്. ആൻഡ് അടിപൊളി റൈഡായിരുന്നു ഗായ്സ്, അത് അടിപൊളി റൈഡായിരുന്നു. നമ്മളെങ്ങോട്ടാ പോകുന്നേ? പാലരുവി വാട്ടർഫോൾസിലേക്ക്. എവിടെ പോകുന്നപ്പോ നമ്മള് ബസ്സിൽ ടൂർ അത്രേ ഉള്ളൂ. ആ നിർത്തിയിട്ടൊന്നും ബസ്സിൽ ഞങ്ങൾക്ക് പോകാൻ പറ്റിയില്ല കേട്ടോ. ആൻഡ് സെക്കൻഡ് ബസ്സിലാണ് ഞങ്ങൾക്ക് പോകാൻ പറ്റിയത്. ആ സെക്കൻഡ് ബസ്സിൽ ആദ്യം കയറിയതുകൊണ്ട് തന്നെ ഏറ്റവും ഫ്രണ്ടിലെ സീറ്റ് തന്നെ കിട്ടി ഗൈസ്. ആൻഡ് ഐ ആം സോ എക്സൈറ്റഡ്. ലൈക്ക് ഫ്രണ്ടിൽ പോയിരുന്ന കുറേ വീഡിയോസും എന്താ പറയുക നല്ല വ്യൂ ഒക്കെ കിട്ടാൻ. ഇത് കണ്ടോ, ഇത് വരട്ടുള്ള ചെറിയ പണിയാണ് ഗൈസ്. അങ്ങനെ ഞങ്ങൾ ഫ്രണ്ടിൽ കയറിയിരുന്നു ഞങ്ങളുടെ കുഞ്ഞു ട്രിപ്പ്. ആക്ച്വലി എനിക്ക് ഈ റൂട്ട് കണ്ടപ്പോഴേ നമ്മൾ ആതിരപ്പള്ളിയിൽ നിന്ന് വാൽപ്പാറയിലോട്ട് പോകുന്ന റൂട്ടില്ലേ, നമ്മുടെ ഫോറസ്റ്റിനുള്ളിലൂടെ പോകുന്ന റൂട്ടില്ലേ, എനിക്ക് ശരിക്കും പറഞ്ഞാൽ ആ ഒരു വൈബാട്ടോ കിട്ടിയത്. ലൈക്ക് അടിപൊളിയായിരുന്നു. പിന്നെ പോകുന്ന വഴി ഇങ്ങനെ ചുമ്മാ റോഡിനെ ക്രോസ് ഇങ്ങനെ വെള്ളമൊക്കെ ഒഴുക്കുന്നുണ്ടായിരുന്നു, നല്ല ഭംഗിയായിരുന്നു. ആൻഡ് ഇവിടെ ഞങ്ങൾ നേരെ പാലരുവി വാട്ടർഫോൾസിലേക്ക് എത്തുകയാണ്. ഇതാണ് വാട്ടർഫോൾസിൻ്റെ എൻട്രൻസ് എന്ന് പറയുന്നത്. ഒരു കുഞ്ഞ് ക്യാൻറ്റീനാണ് ഇത്. ജസ്റ്റ് ചുമ്മാ ഫ്രണ്ടിൽ വെച്ചേക്കുന്നതായിരിക്കും. ഇതൊരു കുഞ്ഞ് ക്യാൻറ്റീൻ. അവിടെ ചായയും പഴംപൊരിയോ മുട്ട ബജിയൊക്കെ കിട്ടും. ഞങ്ങളതൊക്കെ മേടിച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു. യെസ്. പിന്നെ ആ എൻട്രൻസിൽ നിന്ന് കുറച്ച് നടക്കാനുണ്ട് കേട്ടോ. കുറച്ച്, എനിക്ക് എത്ര മീറ്റേഴ്സ് ഒന്നും പറയാൻ അറിയത്തില്ല ഗൈസ്. ദൂരെ കാണാൻ
ഇതാണ് ഗൈസ് പാലരുവി വാട്ടർഫാൾസ്. യെസ്, ദിസ് ഈസ് ദ പാലരുവി വാട്ടർഫാൾസ്. ആക്ച്വലി ഇതേ ഈ വെള്ളം വന്ന് വീഴുന്ന സ്ഥലം കണ്ട് ഇവിടെയായിരുന്നു പണ്ട് ബോയ്സ്, ലൈക്ക് ഒരു 2-3 വീക്സ് മുമ്പൊക്കെ ബോയ്സ് ഇറങ്ങുന്ന സ്ഥലം ഇവിടെയായിരുന്നു. പക്ഷേ ഒരു ചെറിയ ഉരുൾപൊട്ടൽ എന്തോ വന്നിട്ട് അവിടുത്തെ എന്താ പറയുക കമ്പിയും പാറയൊക്കെ ഭയങ്കര തകർന്നു കിടന്നതുകൊണ്ട് ഇപ്പോൾ അവിടെയൊക്കെ ആളെ ഇറക്കുന്നില്ല. പകരം ഏറ്റവും താഴെയാണ് ആൾക്കാരെ ഇറക്കുന്നത്. ആൻഡ് ലൈക്ക് എന്താ പറയുക, ഞാൻ പിന്നെ കുറച്ച് നേരം അവിടെ കുറേയധികം വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്ത് പിന്നെ ഇവർക്ക് എന്താണെന്ന് അറിയത്തില്ല, ഞാൻ വീഡിയോ ആയിട്ട് വരുമ്പോൾ മുഖത്ത് വൻ പുച്ഛമാണ് ഗൈസ്, വൻ പുച്ഛമാണ്. സാരല്ല. പിന്നെ ഞാൻ പറഞ്ഞ ഏരിയ ദേ ഇതാട്ടോ, കല്ല് വന്ന് വീണ് തകരുന്ന സ്ഥലം. അങ്ങനെ കുറച്ച് നേരം ഞങ്ങൾ അവിടെ നിന്ന് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ട് ഞങ്ങൾ നേരെ ഞങ്ങളുടെ താഴേക്ക് പോയി ചായയും പഴംപൊരിയൊക്കെ കഴിച്ച് ഗൈസ്. അങ്ങനെ തിരിച്ചു പോയ ബസ്സിൽ അത്യാവശ്യം നല്ല തിരക്കായിരുന്നു കേട്ടോ. പിന്നെ അതുകൊണ്ട് വലിയ വീഡിയോസൊന്നും പിന്നെ എടുത്തില്ല. വന്ന റൂട്ട് തന്നെയല്ലേ പോകുന്നത് വെച്ചിട്ട് ഞങ്ങൾ വേറെ വീഡിയോസൊന്നും എടുത്തില്ല. അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ നേരെ ഫുഡ് കഴിച്ചിറങ്ങി ഞങ്ങൾ നേരെ രാജാത്തോട്ടത്തിലേക്ക് പോകാനുള്ള ഞങ്ങളുടെ യാത്ര ഇവിടെ സ്റ്റാർട്ട് ചെയ്തു. ആൻഡ് പോകുന്ന റൂട്ട് ഭയങ്കര കട്ട റൂട്ടാട്ടോ. റോഡ് ഒട്ടും കൊള്ളില്ല. അതെ ഇങ്ങനെ ഏകദേശം ഒരു 2 കിലോമീറ്റേഴ്സോളം ഇങ്ങനത്തെ 2 കിലോമീറ്റേഴ്സ് അല്ല, ത്രൂ ഔട്ട് ഓൾമോസ്റ്റ് ഇങ്ങനത്തെ റോഡ് തന്നെയാണ്. കുറച്ചൊക്കെ നല്ല റോഡേ ഉള്ളൂ. ആൻഡ് എന്താ പറയുക, അത്യാവശ്യം നല്ല കഷ്ടപ്പാടാണ് ഗൈസ്. അൺഫോർച്ചുനേറ്റ്ലി ഞങ്ങളുടെ രാജാത്തോട്ടം പ്ലാൻ 3G ആയി. രാജാത്തോട്ടത്തിലേക്ക് പോകാം. രാജാത്തോട്ടത്തിലേക്ക് ഇപ്പോൾ ആരെയും കയറ്റത്തില്ലെന്നാണ് ഇവിടെ എല്ലാവരും പറഞ്ഞത്. അതുകൊണ്ട് ഇപ്പം ഞങ്ങൾ റോസ്മലയിൽ പോയിട്ട് വരുവാണ്. നല്ല റോഡല്ലാത്തത് കൊണ്ട് കാർ ഇങ്ങനെ തള്ളി, അതായത് മിസ്റ്റർ ബാഹുബലി പോലെ കാർ ഇങ്ങനെ ഒറ്റയ്ക്ക് തള്ളി കയറ്റുന്ന മിസ്റ്റർ ഋതിക്ഷയാണ് ഗൈസ് നിങ്ങളിപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. ഞങ്ങൾ ചുമ്മാ കൗണ്ടർ അടിച്ച് പുറകെ നടന്നു. ഇതാണ് രാജാത്തോട്ടത്തിലേക്കുള്ള എൻട്രൻസ് എന്ന് പറയുന്നത്. ആക്ച്വലി ഇവിടുന്ന് ലെഫ്റ്റ് പോകുമ്പോൾ രാജാത്തോട്ടം, നേരെ പോയാൽ റോസ്മല. ഞങ്ങളോട് ആക്ച്വലി ഒരു ജീപ്പ് ഓടിക്കുന്ന ചേട്ടനായിരുന്നു പറഞ്ഞാൽ അവിടെ ഇപ്പോൾ ക്ലോസ്ഡ് ആണ്, ഉരുൾപൊട്ടൽ വന്നതിന് ശേഷം അവിടെ എൻട്രി ഒന്നും ഇല്ല, 5,000 ഫൈനൊക്കെ അടയ്ക്കും എന്നൊക്കെ പറഞ്ഞു. പക്ഷേ തിരിച്ച് വരുന്ന വഴി ഇപ്പോൾ കാണിച്ച സ്ഥലത്ത് കുറച്ച് ചേച്ചിമാർ നിൽപ്പുണ്ടായിരുന്നു. എൻ്റെ ആ ചേച്ചിമാർ പറഞ്ഞത് ഇപ്പോഴും അവിടെ ആൾക്കാരൊക്കെ വരുന്നുണ്ട് എന്നൊക്കെയാണ്. അങ്ങനെ ഞങ്ങൾ നൈസായിട്ട് പറ്റിക്കപ്പെട്ടു ഗൈസ്. പിന്നെ ഞങ്ങൾ നേരെ റോസ്മലയ്ക്ക് പോകാമല്ലോ എന്നൊക്കെ വെച്ച് ഇങ്ങനെ പോയി. ആൻഡ് റൂട്ട് വാസ് കിടിലം. കുറേ കുഞ്ഞു കുഞ്ഞു അരുവികളും ഇതേപോലത്തെ സ്ഥലങ്ങൾ ഒത്തിരി ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ വെള്ളം കണ്ടാൽ നമുക്ക് ഇറങ്ങി എന്താ പറയുക കാലും മുഖമൊക്കെ നനയ്ക്കണമല്ലോ. അങ്ങനെ ഞാൻ ഇറങ്ങി ചുമ്മാ വെള്ളത്തിനകത്തൂടെ ഗ്ലിങ് ഗ്ലിങ് എന്നൊക്കെ പറഞ്ഞ് നടന്ന് പിന്നെ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ ഇവിടെ നിന്ന് എടുത്ത്. ആൻഡ് ആ സ്പോട്ട് അത്യാവശ്യം നല്ല നൈസ് സ്പോട്ടായിരുന്നു ഗൈസ്. ലൈക്ക് ചുമ്മാ നല്ല പീസ്ഫുൾ സ്ഥലം, അധികം ആരും ഉണ്ടായിരുന്നില്ല. പിന്നെ ചുമ്മാ കുറച്ച് നേരം വെള്ളത്തിലൊക്കെ ഇരുന്നിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഗൈസ്. അപ്പം ഇന്നത്തെ പാലരുവി വ്ളോഗ് ഇത്രയേ ഉള്ളൂ ഗൈസ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ ബൈ.